ഹായ് ഫ്രണ്ട്സ്, സിനിഫ്ലിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഒരു പിടി സിനിമ അപ്ഡേറ്റുകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മണിരത്നം സംവിധാനം ചെയ്ത് കമൽഹാസൻ നായകനായി പുറത്തിറങ്ങാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തഗ് ലൈഫ്. സിനിമയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. അതോടൊപ്പം തന്നെ അജിത് നായകനാവുന്ന വിടാമുയർച്ച എന്ന സിനിമയുടെയും ഗുഡ് അഗ്ലി ബാഡ് എന്ന സിനിമയുടെയും OTT റൈറ്റ്സ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി എന്ന രീതിയിലുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സൂര്യ കാർത്തിക് സുബുരാജ് കോംബോയിൽ പുറത്തിറങ്ങാൻ പോകുന്ന ഫാൻസ് 2025 ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പുതിയ ചിത്രമാണ് റെട്രോ. ഈ ഒരു സിനിമയുടെയും ഡിജിറ്റൽ സ്ട്രീമിംഗ് റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി എന്ന തരത്തിലുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ ഇപ്പോൾ സിനിമയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ്. ശങ്കർ രാംചരൺ കോംബോയിൽ പുറത്തിറങ്ങിയ പുതിയ ചിത്രമായിരുന്നു ഗെയിം ചേഞ്ചർ. എന്നാൽ ചിത്രത്തിന് പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് മികച്ച ഒരു പ്രതികരണം നേടുവാൻ സാധിച്ചിരുന്നില്ല. സിനിമയുടെ ഡയറക്ടറായ ശങ്കർ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്, സിനിമ ആദ്യമേ ഇനിഷ്യലി 5 മണിക്കൂർ ദൈർഘ്യമുണ്ടായിരുന്നുവെന്നും പിന്നീട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ഫോർമാറ്റിലേക്ക് കട്ട് ചെയ്ത് ചുരുക്കി റിലീസ് ചെയ്തതായിരുന്നു എന്നാണ് ഇപ്പോൾ ശങ്കർ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്. മലയാളത്തിൽ നിന്ന് ജയറാം സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബേസിൽ സൗബിൻ കോംബോയിൽ പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പ്രാവിൻകൂടി ഷാപ്പ്. ചിത്രം നാളെ തിയേറ്ററുകളിൽ റിലീസിനായി ഒരുങ്ങുന്നു. ചിത്രത്തിൻ്റെ ടീസറിനും ട്രെയിലറിനും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചിരുന്നത്. ഫാൻസ് ഏറ്റവും അധികം കാത്തിരിക്കുന്ന സൂര്യ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. വെട്രിമാരൻ സൂര്യ കോംബോയിൽ പുറത്തിറങ്ങുന്ന വാടിവാസൽ എന്ന ചിത്രം അനൗൺസ് ചെയ്ത തൊട്ട് ഫാൻസ് വെയിറ്റിംഗ് ആണ്. എന്നാൽ സിനിമ ഡ്രോപ്പ് ചെയ്തു എന്ന തരത്തിലുള്ള പല റൂമറുകളും ഒരു സമയത്ത് വന്നിരുന്നു. എന്നാൽ അവസാനം ചിത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ചിത്രം ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്ന തരത്തിലുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് സിനിമയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിടുതലെ പാർട്ട് 2 ആണ് വെട്രിമാരൻ അവസാനമായി സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ പുറത്തിറങ്ങിയ ചിത്രം. ചിത്രത്തിന് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ബോക്സ് ഓഫീസിലും വളരെ നല്ല പ്രതികരണമാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന് ശേഷം വെട്രിമാരൻ വാടിവാസലിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നും ഇതിനു മുന്നേ ഒരു റൂമർ ഉണ്ടായിരുന്നു. ആ ഒരു റൂമറിനെ സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ചിത്രം ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്ന തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത്. രജനികാന്തിൻ്റെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുകളിൽ ഒന്നായ ബാദ്ഷാ ഇന്ന് റിലീസ് ആയിട്ട് 30 വർഷം തികയുകയാണ്. മലയാളത്തിൽ നിന്ന് 2025 ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റായി മാറാൻ പോകുകയാണ് ആസിഫ് അലി നായകനായ രേഖ ചിത്രം എന്ന ഏറ്റവും പുതിയ ചിത്രം 6 ദിവസം കൊണ്ട് ഏകദേശം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 33 കോടി രൂപയോളമാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അമൽനീരദിൻ്റെ സംവിധാനത്തിൽ തമിഴ്നാടൻ സൂര്യ നായകനാകുന്ന പുതിയൊരു സിനിമ ഒരുങ്ങുന്നുണ്ട് എന്ന രീതിയിലുള്ള പല റൂമറുകളും ഒരു സമയത്ത് വന്നിരുന്നു. എന്നാൽ അതിനെയെല്ലാം ബലപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അമൽനീരദ് 2 സ്റ്റോറി സൂര്യയുടെ അടുത്ത് പറഞ്ഞുവെങ്കിലും അതിലെ ആദ്യത്തെ സ്റ്റോറി റിജക്റ്റ് ആയെന്നും പിന്നീട് രണ്ടാമത് പറഞ്ഞ സ്റ്റോറി ഇപ്പോഴും പ്രോഗ്രസ്സിലാണ് എന്ന രീതിയിലുള്ള അപ്ഡേറ്റ് ആണ് പുറത്തു വരുന്നത്. അങ്ങനെ സിനിമ ലോക്ക് ചെയ്യുകയാണ് എങ്കിൽ മലയാളത്തിൽ നിന്നുള്ള ഒരു ആക്ഷൻ ഡയറക്ടറും സൂര്യയും ഒന്നിക്കുന്ന ഏറ്റവും പുതിയൊരു ചിത്രം നമുക്ക് തിയേറ്ററുകളിൽ പ്രതീക്ഷിക്കാം. മോഹൻലാലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപിടി സിനിമ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിലെ ആദ്യത്തെ അപ്ഡേറ്റ് മഹേഷ് നാരായണൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ മമ്മൂട്ടി ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം പൂജ റിലീസിനായി തയ്യാറെടുക്കുന്നുവെന്ന രീതിയിലുള്ള അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിപിൻ ദാസ് മോഹൻലാൽ കോംബോയിൽ ഒരു പുതിയ ചിത്രവും ഒരുങ്ങുന്നുണ്ട് എന്ന രീതിയിലുള്ള അപ്ഡേറ്റുകളും പുറത്തു വരുന്നുണ്ട്. ഈ 2 അപ്ഡേറ്റുകൾ മാറ്റി നിർത്തിയാൽ പ്രേക്ഷകർ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 2 സംവിധായകരോടൊപ്പമാണ് മോഹൻലാൽ അടുത്ത സിനിമകൾ ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിലുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മോഹൻലാൽ സത്യൻ അന്തികാട് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാൻ പോകുന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലിൻ്റേതായി അടുത്തതായി പുറത്തിറങ്ങാൻ പോകുന്ന ചിത്രം അമൽനീരദിൻ്റെ സംവിധാനത്തിലാണ് എന്ന രീതിയിലുള്ള റൂമറുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുമാത്രമല്ലാതെ തന്നെ ഛോട്ടാ മുംബൈ എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അൻവർ റഷീദും മോഹൻലാലും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ സിനിമ അണിയറയിൽ ഒരുങ്ങുന്നു എന്ന രീതിയിലുള്ള അപ്ഡേറ്റുകളും പുറത്തു വരുന്നുണ്ട്. ഇതിനെല്ലാമുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി ഫാൻസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വരുന്ന ജനുവരി 25 ആശീർവാദിൻ്റെ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് ഒരു പിടി മോഹൻലാൽ സിനിമകളുടെ അപ്ഡേറ്റ് പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.